ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജോബ് വേക്കൻസിയുടെയാണ്. ജോബ് വേക്കൻസി എന്ന് പറയുമ്പോൾ ഇവിടെയൊന്നും അല്ല, പുറത്താണ്, ഇസ്രായേലിലാണ് നമുക്ക് ഒരുപാട് ജോബ് വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുൾ എൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് നോക്കുന്നുണ്ടായിരിക്കും പുറത്തോട്ട് ജോലി, എസ്പെഷ്യലി ഇസ്രായേലിലൊക്കെ നോക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കുറേ വേക്കൻസീസ് നമുക്ക് വന്നിട്ടുണ്ട്, അതിൽ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു പോവാം. ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ താഴെ കൊടുത്തേക്കാം, അതിൽ റെഫർ ചെയ്താൽ മതി നിങ്ങൾക്ക്. ആൻഡ് മലയാളി ആയിരിക്കും, എല്ലാം നിങ്ങൾക്ക് വേണ്ടുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടോ, എന്തെങ്കിലും ഇനിയുള്ള പ്രോസസ്സ് എന്തെങ്കിലും ചെയ്യണമോ, ഇനി എന്തെങ്കിലും ഏജൻറ്റായിട്ട് സംസാരിക്കണോ, അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. അപ്പോൾ ആ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ആൻഡ് വൺ മോർ തിങ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും സേഫായിട്ടാണ് ഡീലിങ്സ് വരുന്നത്. നിങ്ങൾക്ക് വിസ വന്നിട്ട് മാത്രം ക്യാഷ് കൊടുത്താൽ മതി, അതിന് മുന്നേ ക്യാഷ് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ല, എന്തൊരു ജോബിനെ നമ്മൾ നോക്കിയാലും നമ്മൾ അത്രയും നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ആ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നതാവട്ടെ, ഇപ്പോൾ വേറൊരാൾ പറഞ്ഞാൽ പോലും അതത്രയും നിങ്ങൾക്ക് അഷ്യൂരിറ്റി തോന്നി മനസ്സിലാക്കിയിട്ട് മാത്രം അത് ചെയ്യുക. നമ്മുടെ ടൈമും നമ്മുടെ മണിയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ്. സോ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞതാണ്. ഞാൻ കണ്ണാടി വെച്ചേക്കെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എൻ്റെ കണ്ണിലൊരു കുരു. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിലെത്താൻ അറിഞ്ഞുകൂടാ. എന്നാലും എനിക്ക് കണ്ണ് ചെറിയൊരു ഇറിറ്റേഷനുണ്ട്, സോ അതുകൊണ്ടാണ് സ്പെക്സ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് പ്ലംബേഴ്സിനാണ്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അവർക്ക്, അതുപോലെ ട്രേഡ് ടെസ്റ്റ് അവർക്കുണ്ടായിരിക്കും. അവരുടെ ഇൻ്റർവ്യൂ വരുന്നതെന്ന് വെച്ചാൽ 2026 ഓഗസ്റ്റ് 3rd വീക്കിലാണ്. ഈ മാസം 3rd വീക്കിലാണ് ഇവർക്കുള്ള ഇൻ്റർവ്യൂസ് വരുന്നത്. ഇൻ്റർവ്യൂസ് എല്ലാം വന്നിട്ട് കൊച്ചിയിലായിരിക്കും. ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് ആണ് ഇനി പറയുന്നത്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് വേക്കൻസീസ് വരുന്നതെന്നുള്ളതാണ്. ലീഡിംഗ് ആയിട്ടുള്ളൊരു ഇസ്രായേൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഈ പ്ലംബേഴ്സിന് ആവശ്യമായിട്ടുള്ളത്. പ്ലംബേഴ്സ് ഒരു 100 പേര് വേണം. പ്ലംബിംഗ് ഫോർമാൻ ഒരു 15 പേര് വേണം. പ്ലംബിംഗ് ചാർജ് ഹാൻഡ് അതൊരു 15 പേര് വേണം. പ്ലംബിംഗ് ടീം ലീഡേഴ്സ് അതൊരു 15 പേര് വേണം. പിന്നെ പ്ലംബിംഗ് എഞ്ചിനീയേഴ്സ് ഓർ മാനേജേഴ്സ് 5 പേര് വേണം. അപ്പോൾ ഇത്രയും വേക്കൻസീസാണ് നമുക്ക് ഓരോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അവരെ ആ ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് ഇത്രയും നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിനി പറയുന്ന എലിജിബിലിറ്റി എന്ന് വെച്ചാൽ ഏജ് 24 to 44, 24 മുതൽ 44 വയസ്സായവർക്ക് വരെ ഇതിൽ അപ്ലൈ ചെയ്യാം. എബിലിറ്റി ടു റീഡ് പ്ലംബിംഗ് ഡ്രോയിങ്സ്, പ്ലംബിങ്ങിൻ്റെ ഡ്രോയിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിനുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനാണ് പറഞ്ഞേക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഫ്ലുവൻസി ഒന്നുമല്ല പറഞ്ഞേക്കുന്നത്. എന്താണ് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദെൻ സാലറി ബെനിഫിറ്റ്സ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ എമൗണ്ട് ആണ് നമ്മൾ പറയുന്നത്, അവിടുത്തെ ഷെക്കലാണ്. അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുമ്പോൾ 2,60,000 ആ ഒരു റേഞ്ച് വരും നമുക്ക് എമൗണ്ട് എന്ന് പറയുന്നത്. ഓവർ ടൈം നിൽക്കുവാണെങ്കിൽ അവിടുത്തെ ലേബർ ലോ അനുസരിച്ച് അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഫ്രീ അക്കോമഡേഷനാണ്. ദിറ്റ്സ് വൺ ഓഫ് ദ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ഫ്രീ അക്കോമഡേഷൻ, താമസ സൗകര്യം ഫ്രീ ആണ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങൾക്ക് പോവേണ്ടയും വരേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. മെഡിക്കൽ ഇൻഷുറൻസും ഈ ഉള്ള ആൾക്കാർക്ക് എന്താണ് ഫ്രീ ആണ്. അപ്പോൾ ഓഗസ്റ്റ് 3rd വീക്ക്, ഈ മാസം 3rd വീക്കിലാണ് എൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. കൊച്ചിനാണ് അവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിസ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ അവർ പറഞ്ഞു തരും. എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ എസ്റ്റിമേറ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു തരും. ഇനി പറയുന്നത് വെച്ചാൽ പാസ്പോർട്ട് വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം. 30 മാസം വരെയുള്ള വാലിഡിറ്റി പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ പുതുക്കേണ്ടവരൊക്കെ ആണെങ്കിൽ പുതുക്കിയിട്ടുള്ള പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ്, സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ടായിരിക്കണം. എന്തൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. പിന്നെ ഇനി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു CV, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV, ബയോഡേറ്റ എന്നൊക്കെ പറയും, റെസ്യൂമേ എന്നൊക്കെ പറയും, അതുണ്ടായിരിക്കണം. അതുപോലെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണോ അതിൻ്റെ ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, ഇപ്പം നിങ്ങൾ ഇപ്പോൾ പ്ലംബറിൻ്റെയാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അപ്പോൾ പ്ലംബറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക. അതുപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പി നിങ്ങൾ കൊടുക്കണം. റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തൊരു വേക്കൻസിയാണ് പറയാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ CNC മില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. CNC എന്ന് പറയുന്ന മിഷൻ്റെ
ഓപ്പറേറ്റേഴ്സിനെയാണ് ആവശ്യമുള്ളത്, അതൊരു കാറ്റഗറി. പിന്നെ ഒരു കാറ്റഗറി CNC പ്രോഗ്രാമർ, അതെന്ന് വെച്ചാൽ മില്ലിങ്ങിൻ്റെ ടേണിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പ്രോഗ്രാമർ. ഈ രണ്ടിൻ്റെയാണ് വേക്കൻസി വരുന്നത്. ഇതിന് വളരെ കുറച്ച് വേക്കൻസി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇനി അടുത്ത് വരുന്നത് ബിൽഡിംഗ് മെയിൻ്റനൻസ് ടെക്നീഷ്യനാണ്. ഒരു ബിൽഡിംഗ് മെയിൻ്റനൻസ് ചെയ്യുന്ന ടെക്നീഷ്യനാണ് ആവശ്യമായിട്ടുള്ള. കൺസ്ട്രക്ഷൻ അവർക്ക് വരും, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഇവർക്ക് വരും. അവർക്കുള്ള റിക്വയർമെൻറ്റ്സ് ആണ് പറയുന്നത്. മിനിമം 2 years എക്സ്പീരിയൻസ് വേണം. എന്തിലാണ്? ഈ ബിൽഡിംഗ് മെയിൻ്റനൻസിൽ അവർക്ക് 2 years എക്സ്പീരിയൻസ് വേണം. അത് മാൻഡേറ്ററി ആണ്, ഉറപ്പായിട്ടും വേണം. അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് ടു ലിഫ്റ്റ് ഹെവി ലോഡ്സ് ബൈ ഹാൻഡ് ഓർ വിത്ത് മാനുവൽ പാൽക്കറ്റ്. അതായത് കുറച്ച് അത്യാവശ്യം ഫിസിക്കലി അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ സാധനങ്ങൾ എടുക്കാനുള്ള ലോഡ് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് നല്ലോണം വേണം. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഇംഗ്ലീഷ് വേണം. അപ്പോൾ ഇത്രയാണ് ബിൽഡിംഗ് മെയിൻ്റനൻസ് ടെക്നീഷ്യന് അവർ പറയുന്നത്. ഇതിന് 20 വേക്കൻസീസ് ആണുള്ളത്. 20 വേക്കൻസിയാണ് ഈ പറയുന്ന പോസ്റ്റിന് ഉള്ളത്. സാലറി വന്നിട്ട് പെർ മന്ത് 2 lakhs ഉണ്ട്. നമ്മൾ ഇവിടുത്തെ എമൗണ്ട് വെച്ചിട്ട് 2 lakhs ഉണ്ട്. വർക്കിംഗ് അവർ എന്ന് പറയുന്നത് ഒരു മന്തിൽ 182 hours. ഒരു മന്തിൽ 182 hours ആണ് ഉള്ളത്. ഓവർ ടൈം അല്ലെങ്കിൽ വേറെ നിൽക്കുവാണെങ്കിൽ അവിടുത്തെ ലേബർ ലോ അനുസരിച്ച് നിങ്ങൾക്ക് ആ എമൗണ്ടും കിട്ടുന്നതാണ്. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് അവൈലബിൾ ആണ്, ഫ്രീ ആണ്. അക്കോമഡേഷൻ ഫ്രീ ആണ്. ഡെയിലി ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിൽഡിംഗ് മെയിൻ്റനൻസ് ടെക്നീഷ്യന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് പോവാം. അടുത്ത് കുറച്ച് കൂടെ എന്താണ് പറയുന്നത്, നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ ഇവിടെ എല്ലാം നമുക്കിപ്പോൾ നാട്ടിലാണെങ്കിലൊക്കെ സ്വിഗ്ഗി, സൊമാറ്റോ, ഡെലിവറി, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ ഇതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബൈക്ക് റൈഡേഴ്സാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇതിന് ഓരോന്നിനും 100 വെച്ച് നമുക്ക് ഇപ്പോൾ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്, ക്ലീനർ ഉണ്ട്. അതായത് ഒരു പ്രൊഡക്ഷൻ കെമിക്കൽ ഫാക്ടറിയിൽ ക്ലീനർ ഉണ്ട്, അതൊരു 100 പേര് വേണം. CNC മില്ലിംഗ് മെഷീൻ ഇവിടെയും ഒരു 100 പേര് വേണം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ബൈക്ക് റൈഡേഴ്സിന് 100 പേര് വേണം. അതിൻ്റെ ഇൻ്റർവ്യൂ August 7th ഈ വരുന്ന 7th അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അതും കൊച്ചി വെച്ച് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ ഈ നമ്പർ താഴെ കൊടുത്തേക്ക്, അതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിൻ്റെ സൈഡിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇട്ടേക്കാം. സോ ബൈക്ക് റൈഡേഴ്സാണ് വേണ്ടത്. അത് ഒരു കെമിക്കൽ ഫാക്ടറിയുടെ കമ്പനി തന്നെയാണ്. അവിടുത്തെ എന്താണ് പ്രൊഡക്ഷൻ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സോ 25 to 43, 25 മുതൽ 43 വരെയുള്ള ആൾക്കാരെയാണ് ഇതിന് ബൈക്ക് റൈഡേഴ്സായിട്ട് അവർ നോക്കുന്നത്. ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ ടൈമിൽ അവർ പറയും എന്തൊക്കെയാണ് വേണമെന്നുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും. ഈ സ്വിഗ്ഗിയൊക്കെ ഓടിയിട്ടുള്ള എക്സ്പീരിയൻസ് അങ്ങനെ എന്തോ ആവട്ടെ, അതൊക്കെ നല്ലതായിരിക്കും. സോ അതാണ് റിക്വയർമെൻറ്റ് വരുന്നത്. പിന്നെ പറയുന്നതാണ് അവിടുത്തെ തന്നെ സെക്കൻഡ് കാറ്റഗറിയാണ് പ്രൊഡക്ഷൻ കെമിക്കൽ ക്ലീനിങ് വർക്കർ. ആ കെമിക്കൽ ഫാക്ടറിയിൽ ക്ലീനിങ് വർക്കറായിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂ 7th തന്നെയാണ്. അതിന് വന്നിട്ട് എന്താണ് കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ആൻഡ് വർക്കിംഗ് ഷിഫ്റ്റ് എടുക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. 28 മുതൽ 40 വയസ്സ് വരെ ഉള്ളവരായിരിക്കണം. നല്ല ഹെൽത്ത് ഉള്ളവരായിരിക്കണം. നോൺ സ്മോക്കർ ആയിരിക്കണം, സ്മോക്ക് ചെയ്യാൻ പാടില്ല. ആൻഡ് വർക്ക് ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. എബിലിറ്റി ടു ക്യാരി 20 to 30 kgs ഓഫ് വെയിറ്റ് ഒരു 20 തൊട്ട് 30 വരെയുള്ള വെയിറ്റ് താങ്ങാൻ പറ്റുന്നവരായിരിക്കണം, എടുക്കാൻ പറ്റുന്നവരായിരിക്കണം. ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളെയൊക്കെ കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കണം. ഇത്രയാണ് അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ഇത് ഇനി എവിടെയൊക്കെ കെമിക്കൽ ഏതൊക്കെ ഫാക്ടറീസാണ് വരുന്നതെന്ന് വെച്ചാൽ കെമിക്കൽ ഫാക്ടറീസ് ഉണ്ട്, ലബോറട്ടറീസ് ഉണ്ട്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറി ഉണ്ട്. ഇത്രയും സ്ഥലത്താണ് ഇവർക്ക് വർക്ക് വരുന്നത്. അപ്പോൾ ഇവരും കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഇത് ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം തന്നെയാണ്. ഇപ്പോൾ റെസ്യൂമേ, ബയോഡേറ്റ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫിനായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ആധാറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതൊട്ടും മറക്കരുത്, പാസ്പോർട്ടിൻ്റെ കോപ്പി. ഇനി അടുത്ത് 3ാമത്തെ കാറ്റഗറിയിലാണ് CNC മില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. അതിൻ്റെ അകത്താണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെഷീൻസ് കൈകാര്യം ചെയ്തവരായിരിക്കണം. അത് മസ്റ്റായിട്ടൊരു അവരിത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും 100 ആയിട്ടാണ്, ഹൺഡ്രഡ്സ് ഓഫ് വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ QC അനലിസ്റ്റ് ആണ്.
അത് QC അനലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഫാർമറ്റിക്കൽ ഫാക്ടറിയിൽ നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആവട്ടെ, ബാക്കി ടാബ്ലറ്റ്സ്, ബാക്കി എന്ത് കാര്യങ്ങളാവട്ടെ, അത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ടൈമിൽ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ഡോസേജ് എങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ടുള്ള QC അനലിസ്റ്റിനെയാണ് ഇവിടെ ആവശ്യമായിട്ട് വന്നേക്കുന്നത്. 5 വേക്കൻസീസ് ആണ്, 5 വേക്കൻസീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് നമുക്ക് പറയാം. BSc ഇൻ കെമിസ്ട്രി ഓർ റിലേറ്റഡ് സയൻറ്റിഫിക് ഫീൽഡിൽ BSc ഇൻ കെമിസ്ട്രി ഒക്കെ എടുത്ത ആളായിരിക്കണം. അതുപോലെ തന്നെ മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ്, എന്തെങ്കിലും ലബോറട്ടറിയിൽ നിന്നിട്ടുള്ള 2 years എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പ്രൊഫഷൻസി ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഗുഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇതൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഇവർക്ക് വരുന്ന സാലറി എന്ന് വെച്ചാൽ പെർ മന്ത് 2 lakhs ആണ് വരുന്നത്. കയറുമ്പോൾ തന്നെ അത്ര എമൗണ്ട് ഉണ്ടായിരിക്കും. ദെൻ ഇവർക്ക് മന്ത്ലി 182 hours ആണ്, 182 hours ആണ് വർക്ക് ചെയ്യേണ്ടത്. ഓവർ ടൈം അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേ ഉണ്ടായിരിക്കും. പിന്നെ ഇവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രീ ആണ്, അക്കോമഡേഷൻ ഫ്രീ ആണ്, ഡെയിലി ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ വക തന്നെ ഉണ്ടായിരിക്കും. ഇതിന് വരുന്നത് 5 വേക്കൻസീസ് ആണ്. ഓക്കെ, അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ക്ലീനിങ് ജോബാണ്. അതായത് ഓൺലൈൻ HR ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇവർക്ക്. ക്ലീനിങ് ജോബാണ് വന്നിട്ട്. ഇതിൽ ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫീമെയിലിനാണെങ്കിൽ, പെണ്ണുങ്ങൾക്കാണെങ്കിൽ 125 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ആൾക്കാരെ അവർക്ക് ആവശ്യമുണ്ട്. 125 ഫീമെയിലിൽ വരുന്നത്. മെയിലിലാണെങ്കിൽ 25 പേരെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഏജ് വന്നിട്ട് 30 തൊട്ട് 43 വരെയുള്ളവർക്കാണ് ഏജ് കാറ്റഗറി വരുന്നത്. പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആയിരിക്കണം. ഓക്കെ, 5 years ഓഫ് വിസ അവർക്ക് കിട്ടും. ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്, ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് ഇതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ഇവർക്ക് വരുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള 1.90 ലക്ഷം നമുക്കുണ്ടായിരിക്കും. അതായത് 2 ലക്ഷത്തിന് അടുപ്പിച്ച് നമുക്ക് സാലറി ഉണ്ടായിരിക്കും. 100% വിസ ഗ്യാരണ്ടിയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ടിൽ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. 125 ഫീമെയിൽ വേക്കൻസീസ് വന്നിട്ടുള്ള. മെയിലിനാണെങ്കിൽ 25. ഓക്കെ, ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഹെവി ഡ്രൈവേഴ്സാണ്. ഹെവി വണ്ടി ഓടിക്കുന്ന ആൾക്കാരില്ലേ, ലോറി അങ്ങനത്തെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഹെവി ഡ്രൈവേഴ്സിനെയാണ് ആവശ്യമുള്ളത്. GCC ലൈസൻസ് മാൻഡേറ്ററി ആണ്. അതായത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള GCC ലൈസൻസ് വേണം. ആൻഡ് ഗുഡ് സാലറി, ഓവർ ടൈം അവൈലബിൾ ആണ്, അതിനുള്ള ക്യാഷ് ഉണ്ട്. ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇവർക്ക് വരുന്ന സാലറി എന്ന് വെച്ചാൽ 1.75 ആണ്. 1.25 ലക്ഷമാണ് ഇവർക്ക് വരുന്നത്. അതുതൊട്ട് 2 ലക്ഷം വരെയായിരിക്കും ഇവർക്ക് മന്ത്ലി സാലറി ഉണ്ടായിരിക്കും. റെലവൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. വില്ലിംഗ് ടു വർക്ക് ഇൻ ഷിഫ്റ്റ് ബേസിൽ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ഉള്ളവരായിരിക്കണം. വാലിഡേറ്റ് ആയിട്ടുള്ള പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സ്, അതായത് നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള പാസ്പോർട്ടും ഡോക്യുമെൻറ്റേഷൻ വയ്ക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിരിക്കണം. ഇതിന് ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് 30 to 44 ആണ്. 30 തൊട്ട് 44 വയസ്സ് വരെ അകത്താണ് വരുന്നത്. അടുത്ത വേറൊന്ന് വരുന്നത് ക്ലീനിങ് ലേബേഴ്സ് ആണ്. ക്ലീനിങ് ലേബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എലിജിബിലിറ്റി വരുന്നത് ഗുഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് മാത്രമാണ് അവർ എലിജിബിലിറ്റി പറയുന്നത്. ഏജ് എന്ന് പറയുമ്പോൾ 30 തൊട്ട് 43 വരെയാണ് വരുന്നത്. ഇതിന് ഒരുപാട് വേക്കൻസി ഉണ്ട്. മെയിലിന് ഒരു 100 വേക്കൻസി ഉണ്ട്, ഫീമെയിലിന് ഒരു 100 വേക്കൻസി ഉണ്ട്. ഇതിലെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ സൂം ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഒരിടത്തും പോവേണ്ട ആവശ്യമില്ല. 2 levels സൂം ഇൻ്റർവ്യൂ, 2 ലെവലിൽ സൂം ഇൻ്റർവ്യൂ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ചുമ്മാ വീട്ടിലിരുന്നാലും ചെയ്യാൻ പറ്റുന്നതാണ്. ഏജ് കാറ്റഗറി 30 തൊട്ട് 43 വരെ. ഇംഗ്ലീഷ് സ്കില്ലുണ്ടായിരിക്കണം, അത്രമാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. ഫീമെയിൽ വേക്കൻസി 100 ഉണ്ട്, മെയിൽ വേക്കൻസി 100 ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് വൺ വന്നിട്ട് കെയർ ഗീവറാണ്. കെയർ ഗീവർ മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. ഞാൻ ഫസ്റ്റ് മെയിലിൻ്റെ പറയാം. എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് യുവർ കരിയർ ഇൻ ഇസ്രായേൽ, അവരുടെ ടാഗ് ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് വരുന്ന റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം 3 years ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കണം. കെയർ ഗീവർ എക്സ്പീരിയൻസ് ഇവർക്ക് 3 വർഷം ഉണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഫ്ലുവൻ്റ് ആയിരിക്കണം, കാരണം കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് പേഷ്യൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. ഫിസിക്കലി ഫിറ്റും ഹെൽത്തി ആയിരിക്കണം. അത് നമുക്ക് മെഡിക്കലൊക്കെ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിസിക്കലി ഫിറ്റും ഹെൽത്തി ആയിരിക്കണം. ഇത് മെയിലിൻ്റെ വേക്കൻസിയാണ് നമ്മൾ പറയുന്നത്. റെസ്പോൺസിബിൾ ആയിരിക്കണം, കെയറിങ് ആയിരിക്കണം, പേഷ്യൻ്റ് നേച്ചർ ആയിരിക്കണം. അതായത് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം. വില്ലിംഗ് ടു വർക്ക് ഇൻ ഇസ്രായേൽ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരാളായിരിക്കണം.
മിനിമം എക്സ്പീരിയൻസ് 3 years ആണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വേണം, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. പ്രോസസ്സിംഗ് ടൈം വന്നിട്ട് 6 months ആണ്. ഇതിൽ പ്രോസസ്സിംഗ് ടൈം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ ഇസ്രായേൽ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് കിടക്കുന്ന പോലത്തെ ഒരു കൺട്രിയിൽ പോകുന്ന പോലെ വലിയ എന്താണ് പെട്ടെന്നുള്ള ടൈമിൽ പോകാൻ പറ്റുന്നതല്ല. കുറച്ച് ടൈം എടുക്കും. അവർ 6 months എന്ന് പറഞ്ഞാലും ഒരു 8 months ആ ഒരു ടൈമൊക്കെ മേ ബി ഒരു 10 months വരേക്കും പോവാം. മേ ബി ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനിൽ എന്തെങ്കിലും സ്ലോ വരികയാണെങ്കിൽ അത്രയും പോവാം. അല്ലെങ്കിൽ 6 to 7 months ഇടയിൽ 8 months ഇടയിലൊക്കെ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയ്യോ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ലൈക്ക് അത് എന്ന് വെച്ചാൽ അതിന് ആ പ്രോസസ്സിങ്ങിനാണ് ആ ടൈം എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിനൊന്നും നമുക്ക് ആദ്യമേ കാശ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും പേടിയെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ കാശ് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ കുറേ നമ്മൾ കാണുന്നുണ്ട് മുന്നേ തന്നെ എന്താണ് ഓരോരുത്തർക്കും ഓരോ ലൈക്ക് അവിടെ പോവാം ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഏജൻറ്റുകാർ എന്താണ് കാശ് ഇതാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മണി പോകുന്നതുകൊണ്ട് നമ്മളെ ടൈമൊക്കെ പോവുകയാണ്. സോ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു ഇതും വരുന്നില്ല. നിങ്ങൾക്ക് വിസ വന്നിട്ട് ശേഷം മാത്രം ക്യാഷ് കൊടുത്താൽ മതി. ജോബ് ലെറ്റർ വിസ വന്നതിന് ശേഷം മാത്രം ക്യാഷ് കൊടുത്താൽ മതി. ആൻഡ് അതിന് മുന്നേ അവർക്ക് എന്താണ് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ഒരു 50,000 അത് ഓരോ ജോബ് വേരിയൻറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ 50,000 ആയിരിക്കും. അതിൽ നിന്ന് കുറവ് എമൗണ്ട് ഉള്ളതിൻ്റെ ഏറ്റവും കൂടുതൽ പറയുമ്പോൾ 50,000 ആണ്. ഒരു 50,000 നമ്മൾ അത് ആദ്യം കൊടുക്കേണ്ടി വരും. അത് മാത്രമേ നമുക്ക് ആദ്യം കൊടുക്കേണ്ടുള്ളൂ. നമ്മൾ ഇൻ്റർവ്യൂ സെലക്ട് ആയതിനു ശേഷം. ഇതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. അവിടെ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ഇസ്രായേലിലും വേറെ സ്ഥലങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടുത്തെ ജോബ് ഓഫർ പറയുന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കയറി പോയിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെ ചെയ്യണം, ഇത്ര നേരം എടുക്കും അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഒക്കെ മനസ്സിലാക്കണം. സോ അതിനൊരു ഗ്യാപ്പ്, അതിന് ഇത്രയും ഒരു ടൈം പീരീഡ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. സോ പിന്നെ അപ്പോൾ നമ്മൾ ഈ കെയർ ഗീവർ മെയിലിൻ്റെ സാലറി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ 2 lakh ആണ് വരുന്നത്. പെർ മന്ത് 2 lakh. ഫ്രീ എയർ ടിക്കറ്റ്, ഇവർക്ക് എയർ ടിക്കറ്റ് ഫ്രീ ആയിരിക്കും. ഫ്രീ അക്കോമഡേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ്, പിന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് കെയർ ഗീവേഴ്സിനുണ്ട്. അതൊക്കെ ഇവർക്ക് കിട്ടുന്നതാണ്. ഇനി കെയർ ഗീവർ ഫീമെയിലിൻ്റെ ആണെങ്കിൽ വന്നിട്ട് ഏജ് വരുന്നത് 25 to 48 വരെ ഉള്ളവർക്ക് വരെ പോവാം. 25 to 48 വരെ ഉള്ളവർക്ക് പോവാം. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് പോവാം. അതായത് പെട്ടെന്ന് തന്നെ അവർക്ക് കയറി പോകാൻ പറ്റുന്നതാണ്. അവർക്ക് സാലറി ആവട്ടെ ഇതുപോലെ തന്നെ 2 lakhs ആണ് നമുക്ക് വരുന്നത്. 5 years വിസ ആയിരിക്കും അവർക്ക് ആദ്യം കണ്ട. ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. പിന്നെന്താണ് ലോൺ അവൈലബിലിറ്റീസ് ഒക്കെ ഇവർ പറയുന്നുണ്ട്. 10th പാസ് ഉള്ളവർക്ക് ചെയ്യാം. ANM അസിസ്റ്റൻറ്റ് നഴ്സിംഗ് പഠിച്ചവർക്ക് ചെയ്യാം. GNM ജനറൽ നഴ്സിംഗ് പഠിച്ചവർക്ക് ചെയ്യാം. പിന്നെ BSc നേഴ്സ് ഓൾസോ ഇതിനെ അപ്ലൈ ചെയ്യാം. BSc നേഴ്സിനൊക്കെ വെളിയിലൊക്കെ നല്ല ജോലി കിട്ടും. മീൻസ് നേഴ്സായിട്ട് തന്നെ ജോലി കിട്ടും. ഇതിൽ എസ്പെഷ്യലി 10th പാസ്സായവർക്ക്, ANM പഠിച്ചവർക്ക്, അസിസ്റ്റൻറ്റ് നഴ്സിംഗ് പഠിച്ചവർക്ക്, GNM പഠിച്ചവർക്ക്. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ വരുന്ന റിക്വയർമെൻറ്റ്സ്, നമുക്കിപ്പോൾ വരുന്ന വേക്കൻസീസ്. അപ്പോൾ ദെൻ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിരക്കാം. ആൻഡ് ഇപ്പോൾ എന്തും ആവട്ടെ, നിങ്ങളിപ്പോൾ ഏതൊരു സ്ഥലത്ത് പോകാനാണെങ്കിൽ പോലും അത് അത്രയും മനസ്സിലാക്കി അവരുടെ അടുത്ത് ഇപ്പോൾ ആ ഒരു ഏജൻറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഏജൻസിയിലോട്ട് അത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ബാക്കിയുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര പ്രോസസ്സിങ് ടൈം എങ്ങനെയാണ്, എൻ്റെ അവിടുത്തെ ഉള്ള നമുക്ക് എന്തെല്ലാം ഫെസിലിറ്റീസ് കിട്ടും, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യുക എവിടെയായിരുന്നാലും. സോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഇത്രയും അത്യാവശ്യം നിറയെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴേ നിങ്ങളിത് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലങ്ങ് ഒരു ഫസ്റ്റ് ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒരു പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ സൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കി അതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ എനിക്ക് കണ്ണിന് ഇതായതുകൊണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് വീഡിയോ ഇടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.